വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് റെസിൻ ആർട്ട് വെച്ചിട്ടുള്ള ഒരു കീ ചെയിൻ ലോക്കറ്റും പിന്നെ കുറച്ച് നമ്മുടെ കമ്മലുകളും എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് റെസിൻ്റെ പ്രോഡക്റ്റുകൾ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് പരിചയപ്പെടാം. ആദ്യമായിട്ട് റെസിൻ്റെ മോൾഡ്, അതായത് കീ ചെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഷേപ്പ് കിട്ടാൻ വേണ്ടി ഒരു റൗണ്ട് ഷേപ്പിൽ കാണുന്നുണ്ടല്ലോ, അതാണ് കീ ചെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന മോൾഡ്സ്. അതിന് ശേഷം വേണ്ടത് ഒരു ചെറിയ ഡ്രോപ്പറുണ്ട്. ആ ഡ്രോപ്പർ വെച്ചിട്ടാണ് നമ്മൾ റെസിൻ എടുത്തിട്ട് റെസിൻ്റെ മെഷർമെൻറ്റ് എടുത്തിട്ട് നമ്മൾ ഇതിലേക്ക് ഒഴിക്കും. കൃത്യമായ അളവിൽ ഒഴിച്ച് സെറ്റാക്കിയാണ് ലോക്കറ്റിന് വേണ്ടിയിട്ട് ചെയ്യുന്നത് റെസിൻ. പിന്നെ അതിന് ശേഷം നമുക്ക് വേണ്ട അലങ്കാര പണികളുണ്ട്. അതായത് ആർട്ടിഫിഷ്യൽ ഫ്ലവറുണ്ട്. ആ ഫ്ലവർ സിലിക്ക ജെൽ എന്ന് പറഞ്ഞൊരു ജെല്ലുണ്ട്. അത് ഒറിജിനൽ ഫ്ലവർ തന്നെയാണ്. ആ ജെല്ലിലേക്ക് നമ്മൾ ഇട്ട് ഉണക്കി ഡ്രൈ ആക്കിയ ശേഷമാണ് അത് സെയിൽ ചെയ്യുന്നത്. അത് വേണമെങ്കിൽ നമുക്ക് തന്നെ ചെയ്തെടുക്കാം. ജെല്ലും നമുക്ക് മേടിക്കാൻ കിട്ടും, മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുണ്ട്. ഇതുപോലെ പല തരത്തിലുള്ള ഫ്ലവേഴ്സും എല്ലാ മെറ്റീരിയൽസും ആക്സസറീസും ഇതിൽ ലഭ്യമാണ്. ഇത് കീ ചെയിന് ഹാങ് ചെയ്യുന്ന ഹാങ്ങിങ് സെറ്റാണ്. ഇത് വളരെ ലോ റേറ്റിൽ തന്നെയാണ് കിട്ടിയേക്കുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റി പ്രോഡക്റ്റാണ്. അതിന് കുറച്ചുകൂടി ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ലേസാണ് ഹാങ്ങിങ്ങിൻ്റെ ലേസ്. അതും അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ്. പല ഷേപ്പിലും പല ഡിഫറൻറ്റ് ഷേപ്പിലും ഒക്കെ കിട്ടും. ഇത് മോസാണ്, ഗ്രീൻ മോസ്. ഇത് നല്ലൊരു ഫീല് കിട്ടും. നമ്മുടെ ക്ലോക്ക് ചെയ്യുവാണെങ്കിൽ നമ്മളതിൽ യൂസ് ചെയ്യാം ഈ മോസ്. ഇതും അത്യാവശ്യം നല്ല പ്രോഡക്റ്റാണ് കേട്ടോ. പിന്നെ അതിന് ഡ്രില്ലാണ്, ഡ്രില്ലിങ് മെഷീനാണ്. അതെന്ന് വെച്ചാൽ നമുക്ക് കീ ചെയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഹാങ് ചെയ്ത് ചെയ്യാൻ വേണ്ടി ഹോൾ ഇടാൻ വേണ്ടിയിട്ടുള്ള ഡ്രില്ലിങ് മെഷീനാണ്. ഇതാണ് ഇയറിങ്ങിൻ്റെ സെറ്റ്. ഇതിലേക്ക് നമ്മൾ റെസിൻ ഒഴിച്ച് മിക്സ് ചെയ്ത് നമ്മൾ 24 hours വച്ചതിന് ശേഷം നമുക്ക് റെസിൻ നമുക്ക് ഇയറിങ്സ് എടുക്കാൻ പറ്റും. അപ്പോൾ അത് ഞാൻ ചെയ്തിട്ടുണ്ട് അവർക്ക്. അതെങ്ങനെയാണെന്ന് നമുക്ക് കാണിച്ചു തരാം. ഇത് അതിൻ്റെ കളർ പിഗ്മെൻ്റാണ്. നമുക്കിത് വേണമെങ്കിൽ യൂസ് ചെയ്താൽ മതി. ഇതിപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന വൈറ്റ് ഷെയ്ഡാണ്. പിന്നെ ഇത് വരുന്നത് അതിൻ്റെ പൗഡറാണ്, റെസിൻ്റെ അതിൻ്റെ പൗഡർ കളർ കിട്ടാൻ വേണ്ടിയിട്ട്. അത് പല മെറ്റാലിക് ഷേപ്പിലും മെറ്റാലിക് പൗഡേഴ്സും ഒക്കെ കിട്ടും. ഇത് ടേപ്പാണ്, ഡബിൾ സൈഡ് ടേപ്പ് എന്ന് പറയും. അതായത് റെസിന് താഴത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടി ഒട്ടിക്കുന്നതാണ്. ഇത് നമ്മുടെ കപ്പാണ്. റെസിൻ മിക്സ് മേടിക്കുമ്പോൾ അതിൻ്റെ കൂടെ കിട്ടുന്നതാണ്. ഇതിനകത്ത് റെസിൻ ഒഴിച്ച് മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ റെസിൻ വർക്കൊക്കെ ചെയ്യുന്നത്, കറക്റ്റ് മെഷർമെൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഗ്ലൗസ് കിട്ടുന്നുണ്ട്. ഗ്ലൗസ് ഉപയോഗിച്ചിട്ട് വേണം നമ്മൾ റെസിൻ ചെയ്യാൻ. നമ്മുടെ കയ്യിലൊക്കെ ആയിക്കഴിഞ്ഞാൽ അത് പല പല അസുഖങ്ങൾക്ക് കാരണമാകും. അപ്പോൾ ഇത് വളരെ സൂക്ഷിച്ചും വ്യക്തതയോടെയും ചെയ്യേണ്ട ഒരു വർക്കാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ വർക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം.
അപ്പോൾ ഇതാണ് റെസിൻ നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു ക്ലോക്കിൻ്റെ മോൾഡാണ്. അതിനെ പുറത്ത് വെച്ചിട്ടാണ് നമ്മൾ ഇയറിങ്സിൻ്റെ ഷേപ്പ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമ്മളിതിനെ പുറത്ത് വയ്ക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ റെസിൻ ഒഴുകി പോകാൻ ചാൻസ് ഉള്ളതുകൊണ്ടാണ് നമ്മളിതിൻ്റെ പുറത്ത് മോൾഡ് അതിൻ്റെ ഷേപ്പ് വെച്ചിട്ട് അതിൽ റെസിൻ ഒഴിച്ചിട്ട് മിക്സ് ചെയ്തിട്ടാണ് നമ്മുടെ മോസ് വെച്ച് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇത് അതിൻ്റെ മെഷർമെൻറ്റ് കപ്പാണ്. ഇതിലിപ്പോൾ നമ്മൾ ഒരു 15 നമ്മൾ റെസിൻ എടുക്കുന്ന റേഷ്യോയെങ്കിൽ അതിന് ഡബിൾ ഇരട്ടി, അതായത് 20% നമ്മൾ റെസിൻ എടുക്കണം. റെസിനല്ല, ഹാർഡനർ ഉപയോഗിച്ചിട്ട് വേണം നമ്മൾ റെസിൻ മിക്സ് ചെയ്തിട്ട് നമ്മൾ ഈ ഷേപ്പുകളിലേക്ക് ഒഴിച്ച് സെറ്റാക്കി വെക്കാൻ. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഇത് നേരിട്ട് നമുക്ക് പ്രീ ഹീറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. റെസിൻ നമുക്ക് അങ്ങനെ തന്നെ കിട്ടുന്നതാണ്. നമ്മൾ മിക്സ് ചെയ്തെടുത്താൽ മതി. നമ്മളിത് ചെയ്യുമ്പോൾ ഗ്ലൗസ് ഇടണം. പ്രത്യേകിച്ച് ഞാൻ പറയുകയാണ്, ഗ്ലൗസ് ഇടാതെ ഒരിക്കലും ഇത് യൂസ് ചെയ്യാൻ പാടില്ല. നമ്മുടെ കൈകളിലൊക്കെ പറ്റിക്കഴിഞ്ഞാൽ നമുക്കത് പ്രശ്നമാണ് പിന്നീട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഇയറിങ്സ് ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് ആ വീഡിയോയിലൂടെ കാണാം. അതിനു മുമ്പായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഈ റെസിൻ കീ ചെയിനൊക്കെ നമ്മൾ സെയിൽ പർപ്പസ് ഉണ്ട് കേട്ടോ. ഇയറിങ്സും ഉണ്ട് സെയിലിൽ. എന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്തു തരാം. നിങ്ങളുടെ കസ്റ്റമൈസ് അനുസരിച്ചിട്ട് നിങ്ങളുടെ താല്പര്യത്തിന് നമ്മൾ ഓൾ ഇന്ത്യ കൊറിയറുണ്ട്. എവിടെ വേണമെങ്കിലും നമ്മൾ ചെയ്തു തരുന്നതാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം.